നമസ്കാരം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം നഗരസഭ, ആ നഗരസഭയെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ശ്രീ AJ സുക്കാറിനെ സമീപിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം നഗരസഭയിലെ അംഗമായിരുന്നു. ഇന്നിപ്പോൾ CPIM-ൻ്റെ നേതാവാണ്. അപ്പോൾ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ശ്രീ സുക്കാറിനയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. നഗരസഭ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഭൂരിഭാഗം സമയവും ഭരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. താങ്കളും ആ കോർപ്പറേഷനിലെ 10 വർഷത്തോളം അംഗമാണ്. അപ്പോൾ വീണ്ടും ആ നഗരസഭ LDF ഭരണം വരുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? നഗരസഭയുടെ പോർട്ട് വാർഡിൻ്റെ ചുമതലക്കാരനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശം രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. തുടർന്ന് തമിഴ് രാജാക്കന്മാരുടെ ആക്രമണത്തിൽ തുറമുഖം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് കേരള വിഭജന പ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും നടത്തിയ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഉൽപ്പന്നമാണ് ഈ കാണുന്ന പോർട്ട്. ഇത്രയേറെ ചർച്ചകളും സമരങ്ങളും സംവാദങ്ങളും നടന്ന മറ്റൊരു പദ്ധതി ഇന്ത്യയിൽ ഉണ്ടാകില്ല. ആ രൂപത്തിൽ ഒരു നാടിൻ്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഒരു വികസിത രാജ്യത്തിൻ്റെ ഒരു വലിയ ആസ്ഥാനമായി ഈ പ്രദേശം മാറാൻ വേണ്ടി പോകുകയാണ്. നവംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി മാറുന്നു. ലോകത്ത് വൻ കൊള്ള നടത്തിയ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്നും ദാരിദ്ര്യരേഖ താഴെ താമസിക്കുന്നവരുടെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അത് ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്. എന്നാൽ ചൈനയും വിയറ്റ്നാമും മാത്രമാണ് അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി അതിദാരിദ്ര്യം മുക്തമാകുന്നു നവംബർ മാസം 1-ാം തീയതി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ലോകശ്രദ്ധ നേടുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം. അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച സംസ്ഥാനമാണ് കേരളം. അതിന് നേതൃത്വം നൽകിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയുടെയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കാനിരിക്കുമ്പോൾ തന്നെ പ്രദേശത്തും അല്ലാതെയും ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ആ സമയത്ത് ഗവൺമെൻറ്റും അതുപോലെ ഈ തുറമുഖ കമ്പനിയും ഒക്കെ ഈ പ്രദേശവാസികൾക്ക് ആവശ്യമായ തൊഴിലും അവർക്ക് സാമ്പത്തികമായ മുന്നേറ്റം ലഭിക്കുന്നതിനുള്ള സഹായങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശവാസികൾ തന്നെ, അതായത് ഈ തുറമുഖത്തിന് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി പിന്തുണ കൊടുത്ത പ്രദേശവാസികൾ തന്നെ പ്രദേശവാസികളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വാദം പറഞ്ഞുകൊണ്ട് സമരരംഗത്തേക്ക് വരികയാണ്. അതിനെ എങ്ങനെയാണ് ഗവൺമെൻറ്റും നിങ്ങളുടെ പാർട്ടിയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുക? തുറമുഖം എന്ന് പറയുന്ന ദീർഘകാലത്തെ ആവശ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് നായനാർ ഗവൺമെന്റ് കാലത്ത് ചില നടപടികൾ ആരംഭിച്ചു. അടിമളിത്തറ കേന്ദ്രമായി തുറമുഖം സ്ഥാപിക്കുന്നതിന് പ്രവർത്തനത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രക്ഷോഭം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഗവൺമെന്റ് അതിന് പിന്മാറി. എന്നാൽ V.S. അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും M. വിജയകുമാർ തുറമുഖ വകുപ്പിന്റെ ചുമതലക്കാരനുമായി മാറുന്ന സന്ദർഭത്തിൽ ലോകത്ത് ഈ രംഗത്ത് പഠനങ്ങളും ഗവേഷണങ്ങളും പ്രോജക്റ്റുകളും തയ്യാറാക്കിയ LNT ഇത് സംബന്ധിച്ച് പഠനം നടത്തി ഒരു DPR തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ഒരു തുറമുഖം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിച്ചു.
അതിന്റെ ഒന്നാം ഘട്ടമായി വിസിൽ എന്ന കമ്പനിക്ക് രൂപം നൽകി. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു തുറമുഖം സ്ഥാപിക്കുന്നതിന്റെ നടപടിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ആരംഭിച്ചു. എന്നാൽ നാടിന്റെ ശത്രുക്കൾ വൻ രൂപത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി, തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് BS നേതൃത്വത്തിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കണ്ടെത്തുകയുണ്ടായി. ആരെയും കണ്ണീര് കുടിപ്പിക്കാതെ കൃത്യതയോടുകൂടി പൊന്നും പണം നൽകി അവർ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ പ്രദേശവാസികൾ അകന്നു നിന്നവരടക്കം അടുക്കുന്ന സമീപനം സ്വീകരിച്ചു. എന്റെ ഭൂമി വിട്ടുതരാം, എന്റെ ഭൂമി വിട്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശവാസി രംഗത്ത് വരികയുണ്ടായി. അങ്ങനെ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയത് VS ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ VS ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്ത സന്ദർഭത്തിൽ അദാനി കമ്പനിയുമായി ചേർന്നുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നത് ശരിയാണ്. പദ്ധതി തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനവും സ്വീകരിച്ചില്ല, മുന്നോട്ട് പോയി. പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയുണ്ടായി. ഏത് ഗവൺമെന്റാണ് എന്നതല്ല, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സമീപനം സ്വീകരിച്ചു. ഇച്ഛാശക്തിയോടുകൂടി അത്തരമൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ബഹുജനങ്ങളെ ഇളക്കി ജാതിയുടെ മതത്തിന്റെ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഗവൺമെന്റ് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ ചോരപ്പുഴ ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളെയും വിവേകത്തോടു കൂടിയാണ് ഗവൺമെന്റ് നേരിട്ടത്. അതിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് കാണാൻ വേണ്ടി കഴിയുന്ന ഈ തുറമുഖം. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയോടെ ജാഗ്രതയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന തുറമുഖം. സ്വാഭാവികമായിട്ടും നവംബർ മാസം 5-ാം തീയതി ആകുമ്പോഴേക്കും ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ പുറത്തു കയറാൻ കഴിയുന്ന തരത്തിലുള്ള റോഡിന്റെ കണക്ടിവിറ്റി പൂർത്തിയാകും. അതോടുകൂടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ കപ്പലുകൾ വന്നു ചേരുകയും ചെറു കപ്പലുകളിലേക്ക് കണ്ടെയ്നർ കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയയാണെങ്കിൽ വന്നു ചേരുന്ന കണ്ടെയ്നറുകൾ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്തുള്ള ഡ്രൈവർമാർക്ക് ജോലി ലഭിക്കും, മറ്റ് സ്ഥാപനങ്ങൾക്ക് ജോലി ലഭിക്കും. അതിന്റെ ഭാഗമായി വൻ കുതിപ്പ് നമ്മുടെ നാട് സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, പദ്ധതിക്ക് ആവശ്യമായുള്ള റോഡ്, റിംഗ് റോഡ്, അത് തലയ്ക്കോട് നിന്ന് ആരംഭിച്ച് അത് നാവായിക്കുളത്ത് സമാപിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് അത് പുനലൂരേക്കും അത് അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തിലേക്കും ബന്ധപ്പെടുന്ന തരത്തിലുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അപ്പൊ നവംബർ മാസം 5-ാം തീയതി ആകുമ്പോഴേക്കും ഒരു തുറമുഖം എന്നതിൻ്റെ അർത്ഥം തുറമുഖത്തിൽ വന്നു ചേർന്ന ചരക്ക് നമ്മുടെ നാടിലേക്ക് കടന്നു വരുന്നത് ആ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകളും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കയറ്റിറക്ക് തൊഴിൽ മാത്രമല്ല, വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി അയക്കാൻ വേണ്ടി കഴിയും. ലോകത്തിന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിയും. അതിന്റെ ഭാഗമായി വൻ കുതിപ്പ് സൃഷ്ടിക്കപ്പെടുക എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായി ഈ പോർട്ട് വാർഡ് അടക്കമുള്ള ഭൂപ്രദേശം, ഈ വിഴിഞ്ഞം പ്രദേശമാകെ രാജ്യത്തെ ശ്രദ്ധിക്കുന്ന തുറമുഖ നഗരമായി വളർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായി ഒരു വൻ വ്യവസായ നഗരമായി നമ്മുടെ വിഴിഞ്ഞം പ്രദേശം മാറും. അതിന് ഇച്ഛാശക്തിയുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൽ നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെയും നമ്മുടെ ജില്ലയുടെയും വളർച്ചയ്ക്ക് വലിയ കരുത്ത് പകരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.